നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാനമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഇന്നത്തെ വിഷയം, മകം നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് 2024 ജൂൺ മാസവും ജൂലൈ പകുതി വരെയും വരുന്ന ശുഭ-അശുഭ ഫലങ്ങൾ ഏതൊക്കെ രീതിയിൽ ജാതകനിൽ വന്ന് പ്രകടമാകും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ഈ സമയത്തുള്ള ഗ്രഹസഞ്ചാരങ്ങൾ എന്ന് പറയുന്നത് ആദിത്യൻ ഇടവം മിഥുനം രാശികളിലും രോഹിണി മകയിരം തിരുവാതിര എന്നീ ഞാറ്റുവേലകളിലും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. രോഹിണി തിരുവാതിര എന്നിവ ഭാഗികമായും മകയിരം ഞാറ്റുവേല പൂർണ്ണമായും ജൂൺ മാസത്തിലൂടെ കടന്നുപോകുന്ന ഒരു സമയമാണ്. ജൂൺ 1 ചന്ദ്രൻ ഉത്രട്ടാതി നക്ഷത്രത്തിലായിരിക്കും. ജൂൺ 30 രാശിചക്രഭ്രമണം ഒരു വട്ടം പൂർത്തിയാക്കി ചന്ദ്രൻ മകയിരം നക്ഷത്രത്തിൽ എത്തിച്ചേരും. ജൂൺ 6 അമാവാസിയും ജൂൺ 21, 22 തീയതികളിൽ പൗർണമിയും സംഭവിക്കുന്നു. ജൂൺ 1 ചൊവ്വ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ജൂൺ 18 വരെ അശ്വതി നക്ഷത്രത്തിലും തുടർന്ന് ഭരണി നക്ഷത്രത്തിലുമാണ് ചൊവ്വയുടെ സഞ്ചാരം. ബുധൻ ഇടവം രാശിയിൽ നിലകൊള്ളും. ജൂൺ 14 മിഥുനത്തിലേക്ക് സംക്രമിക്കും. ജൂൺ ആദ്യവാരം മുതൽ ബുധന് ക്രമമൗഢ്യാവസ്ഥ ഉണ്ടാകുന്നതായിരിക്കും. ശുക്രൻ ഇടവം രാശിയിലാണ്. ജൂൺ 12 മിഥുനത്തിലേക്ക് സംക്രമിക്കും. ജൂൺ മാസം മുഴുവൻ ശുക്രന് മൗഢ്യാവസ്ഥയിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. വ്യാഴം ഇടവം രാശിയിൽ കാർത്തിക നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. വ്യാഴമൗഢ്യം ജൂൺ 4 അവസാനിക്കും. ശനി കുംഭം രാശിയിൽ പൂരുട്ടാതി നക്ഷത്രത്തിൽ തുടരുകയാണ്. രാഹു കേതു എന്നിവ, രാഹു മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിലും കേതു കന്നിരാശിയിൽ അത്തം നക്ഷത്രത്തിലും അപ്രദക്ഷിണഗതിയിൽ സഞ്ചരിക്കുന്ന സമയം കൂടിയാണ്. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലാണ് മകൻ നക്ഷത്ര ജാതകർക്ക് വരുന്ന ഫലങ്ങൾ ഏതൊക്കെ രീതിയിൽ എന്നുള്ളത് പറയുന്നത്. പ്രശസ്തമായ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് സജ്ജനങ്ങളുടെ പ്രശംസകൾ വന്നു ചേരും. ഭയഭക്തി ബഹുമാനത്തോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തി നേടുവാൻ സാധിക്കുകയും ചെയ്യും. ആത്മീയ പ്രഭാഷണങ്ങൾ മൂലം ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കഴിവിനെ ഉണർത്തും എന്നുള്ളതാണ്. അനുഭവജ്ഞാനത്താലും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സഹകരണത്തോടു കൂടിയും ആധുനികമായ കൃഷിരീതികൾ അവലംബിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. വസ്തുനിഷ്ഠമായി പഠിച്ച് ചെയ്യുന്ന വ്യാപാരത്തിന് ക്രമാനുഗതമായ വളർച്ച അനുഭവപ്പെടും എന്നുള്ളതാണ്. പ്രാദേശിക പിന്തുണ ലഭിച്ചതിനാൽ കക്ഷി രാഷ്ട്രീയ മത്സരത്തിൽ വിജയിക്കും. ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുകയും ചെയ്യും. സമ്പൂർണ്ണ അധികാരം ലഭിച്ചതിനാൽ ഭരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തി പ്രവർത്തനക്ഷമമാക്കുവാൻ സാധിക്കും. മംഗളകർമ്മങ്ങളിലും വിശേഷ കാര്യങ്ങളിലുമൊക്കെ പങ്കെടുക്കുവാനും മറ്റ് പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയിക്കുവാനുമൊക്കെ സാധിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും. ഈശ്വര പ്രാർത്ഥനകളാലും വിദഗ്ധ ചികിത്സകളാലും സന്താന സൗഭാഗ്യത്തിന് ഇടവരും. അതുല്യ പ്രതിഭകളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ തയ്യാറാകും. കർമ്മമേഖലകളിൽ നിന്നും സാമ്പത്തിക നേട്ടമുണ്ടാകും. വിദേശത്ത് വസിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദേശത്ത് വസിക്കുന്ന ജാതകരുടെ സന്താനങ്ങൾക്ക് ആഘോഷ പരിപാടികൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കും. അതൊരു ആശ്വാസത്തിന് വഴിതെളിക്കും. ഉദ്ദേശിച്ച വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ചേരുവാൻ സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് അലസത വർദ്ധിക്കുന്നൊരു കാലഘട്ടമായിരിക്കും ഈ സമയം. അതിലൊരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. സാമ്പത്തിക വരുമാനം വന്നു ചേരുമെങ്കിലും ക്രമാതീതമായ ചെലവുകൾ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അതായത് കയ്യിലെ നീക്കിയിരിപ്പിന് കുറച്ച് മാന്ദ്യം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. വിദേശത്ത് ഉദ്യോഗം ഉപേക്ഷിച്ച് വരുന്നവർക്ക് സ്വന്തം നാട്ടിലും തൊഴിൽ മേഖലകൾ ശരിയാകാത്തതിനാൽ അത് ഉപേക്ഷിച്ച് തിരിച്ചു പോകേണ്ട സാഹചര്യം ഉണ്ടാകും. സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പല പ്രകാരത്തിലും അസുഖങ്ങൾ വർദ്ധിക്കുന്നതിനാൽ വിദഗ്ധ പരിശോധനകൾ നടത്തേണ്ട സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണിത്.
കൂടാതെ മകം നക്ഷത്ര ജാതകർക്ക് അനുകൂല സ്ഥാനത്ത് ആദിത്യനും 10-11 ഭാവങ്ങളിലായി ബുധശുക്രന്മാരും സഞ്ചരിക്കുകയാൽ സാമാന്യം ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ്. കർമ്മരംഗത്ത് പുഷ്ടിയുണ്ടാകും. ലോൺ സൗകര്യം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. ബിസിനസ്സിൽ നവീനമായ രീതികൾ അവലംബിക്കുവാൻ കഴിയുന്നതായിരിക്കും. വ്യവഹാരങ്ങൾ തീർത്തെടുക്കുവാൻ ഉള്ള സാഹചര്യം ഉണ്ടാകും. ദൂരദിക്കുകളിൽ കഴിയുന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങുവാനുള്ള സാഹചര്യം ഒരുങ്ങും. പൈതൃകമായിട്ടുള്ള ധനങ്ങൾ ഉപയോഗിച്ച് പുതിയ വീടോ വസ്തുവോ വാങ്ങുവാനുള്ള ആലോചനകൾ പുരോഗമിക്കും. സംഘടനാ പ്രവർത്തനത്തിന് അതിന് നേരം കണ്ടെത്തുന്നതായിരിക്കും. സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നതായിരിക്കും. കുടുംബത്തിലെ വയോജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിന് മുൻതൂക്കം നൽകേണ്ട ഒരു സമയം കൂടിയാണിത്. ഈ രീതിയിലാണ് ജൂൺ-ജൂലൈ 2024 മാസത്തിൽ മകം നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്ന ഗുണാനുഭവങ്ങളും ദോഷമായ ഫലങ്ങളുമൊക്കെ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.